നമ്മുടെ RSPയുടെ പ്രധാനപ്പെട്ട നേതാവ് ഷിബു ബേബി ജോൺ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. വളരെ രാഷ്ട്രീയത്തിൽ വളരെ ദൂരഭേദമായ പ്രസ്താവനയാണ്. സാധാരണ എല്ലാവരും പറയുന്ന പ്രസ്താവനയാണ്. കോൺഗ്രസും BJPയും തമ്മിൽ സഖ്യമുണ്ടെന്ന് പറയാറുണ്ട്, അന്തർധാരയുണ്ടെന്ന് പറയാറുണ്ട്, വോട്ട് കച്ചവടം ഉണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിനെയും BJPയും ബന്ധപ്പെടുത്തി പറഞ്ഞിരുന്നു. CPMനെയും BJP അങ്ങനെ ബന്ധിപ്പിച്ചിട്ടില്ല. പഴയ കാലത്തൊരു RSS ബന്ധമൊക്കെ ഉണ്ട്. RSSൽ നിന്ന് ജനസംഘത്തിൽ നിന്ന് ജനസംഘം ജനതാദൾ ജനതാ പാർട്ടി ആയപ്പോൾ അതിൽ നിന്നുള്ള സഹായം മാഞ്ഞു പറഞ്ഞ് പഴയ കഥകളുണ്ട്. പക്ഷേ 70കൾക്ക് ശേഷം വലിയ സംഘർഷം ഈ CPMും BJPയും തമ്മിൽ RSSും തമ്മിലൊക്കെ സംഘപരിവാറും തമ്മിൽ വലിയ സംഘർഷമൊക്കെ നടന്നതിന് ശേഷം അവർ ബദ്ധശത്രുക്കളെ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷിബു ബേബി ജോൺ ഇപ്പോൾ പറയുകയാണ് വളരെ കൃത്യമായ അന്തർധാരയുണ്ട്. ആ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഷാഫിക്കെതിരെ ഉള്ള പോരാട്ടം. കൃത്യമായി ഷാഫി ഒരു മുസ്ലിം നാമധാരി കൂടിയാണ്. പക്ഷേ അപ്പോൾ ഷിബു ബേബി ജോൺ പറയുന്നതിന് ഒരു വല്ലാത്ത തലമുണ്ടാകും. ഒരു ഇരുതല ഉള്ളൊരു വാളാണ് അദ്ദേഹം എടുത്തെറിഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹം മുസ്ലിം നാമധാരിയായ ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ ഒതുക്കുക എന്ന് പറയുന്നത് BJPയുടെ ഒരു അജണ്ടയാണെന്നും ആ അജണ്ടയ്ക്ക് CPM കൂട്ടുനിൽക്കുകയാണെന്നും അതുകൊണ്ടാണ് വ്യാപകമായ കലാപം അഴിച്ചുവിടുന്നു എന്നൊക്കെയുള്ള വേറൊരു നരേഷനാണ്. പക്ഷേ അതാര് പറഞ്ഞാലും ഇത്തരത്തിലുള്ള നരേഷനുകൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും BJP RSS ബന്ധമുണ്ടോ എന്നുള്ളത് ഒരു ഭാഗം, അത് വേറൊരു തലത്തിൽ ചർച്ച ചെയ്യണം. ഇവർ ഷാഫിയെ കൈകാര്യം ചെയ്യുന്നുള്ളത് മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യണം. അങ്ങനെ രണ്ട് തലയുള്ള ഇരുതലയുള്ള വാളിനെയാണ് ഇപ്പോൾ ഷിബു ബേബി ജോൺ പുറത്തുവിട്ടിരിക്കുന്നത്, വലിച്ചെറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ബന്ധമുണ്ട്, അന്തർധാരയുണ്ട്. അതിന് ഉപോത്ബലമായി പറയുന്നത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട, മകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ സഹായിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടെന്നും കേന്ദ്ര ഗവൺമെൻറ് BJP നേതാക്കളുടെ പല കേസുകളും സഹായിക്കുന്നതിൽ ഈ ഗവൺമെൻറ് ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ കേസുകളുടെ സഹായവും അഴിമതിയും പല കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് UDFൻ്റെ ആരോപണം വന്നിട്ടുള്ളത്. എന്തായാലും ഷിബു ബേബി ജോൺ ഇങ്ങനെ ഒരു വളരെ കർശനമായ ഒരു ആരോപണം മുന്നോട്ട് വച്ചിട്ടുണ്ട്. BJPയും CPMും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട്. അതിൻ്റെ കൂടി ഭാഗമാണ് ഷാഫി പറമ്പലിനെതിരെ നടന്ന സമരം. അല്ലെങ്കിൽ അത് കലാപരൂപത്തിലേക്ക് പോകുന്ന സമരം നടക്കാൻ സാധ്യതയില്ലായിരുന്നു. ഇത്തരത്തിൽ ഷാഫിയെ ഒതുക്കണം, അതിലൂടെ മൈനോറിറ്റിയെ ഒതുക്കണം, ഇങ്ങനെയാണ് പോകുന്ന നരേഷൻ. പോയി അത് അവസാനം മുസ്ലിം ഹിന്ദു ജീവിതത്തിലേക്കൊക്കെ മാറുകയാണ്. എന്തായാലും രസകരമാണ് കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് കാര്യങ്ങളുടെ മാനം ഓരോ രാഷ്ട്രീയ നേതാക്കളും കാണുന്നത്. എന്തായാലും വളരെ കൃത്യമായ ഒരു നരേഷൻ അല്ലെങ്കിൽ കൃത്യമായ ഒരു കാര്യം ഷിബു ബേബി ജോൺ പറഞ്ഞിരിക്കുന്നു. അതിന് ന്യായാന്യായങ്ങൾ ഇനി സമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. ശരിയായാലും തെറ്റായാലും ഈ BJPയും CPMും തമ്മിൽ ചേരുന്നത്, അതൊരു അന്തർധാരയുടെ ഭാഗമായി ചേരുന്നത് രാഷ്ട്രീയത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കും. തീർച്ചയായിട്ടും കോൺഗ്രസും BJPയും തമ്മിൽ അന്തർധാര ചേർന്നാലും ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നത് വളരെ കൃത്യമായ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ MP ആകുമ്പോൾ അതിൻ്റെ മാനം വലുതാകും. അപ്പോൾ എന്ത് മാനത്തിലാണ്, ഏത് രൂപത്തിലുള്ള വെള്ളത്തിൽ കൈയിട്ടടിക്കുമ്പോൾ അതെങ്ങോട്ടൊക്കെയാണ് കുമിള പോകുന്നതെന്നും എത്ര ഉയരത്തിലും താഴത്തിലേക്കാണ് പത പോകുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല, വെള്ളത്തിൻ്റെ കുമിളകളൊക്കെ. അതുപോലെ ഇങ്ങനത്തെ വിഷയങ്ങൾ അടിക്കുമ്പോൾ അതിലൊരു മതവും ജാതിയും ഒക്കെ കൂടെ ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അത് ഷിബു ബേബി ജോൺ മനസ്സിലാക്കണം, ഇത് ഏറ്റെടുക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ആ നിലയിൽ കൃത്യമായ കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും BJP CPM അവിശുദ്ധ ബന്ധം ഉണ്ടോ എന്നുള്ളതും കേരളത്തിൽ ചർച്ച നടക്കട്ടെ. പ്രോപ്പറായി ബന്ധമാകാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഒരുപാട് പാർട്ടികൾ തമ്മിൽ പ്രോപ്പറായി ബന്ധമുണ്ട്. പക്ഷേ ഒരു അവിശുദ്ധ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഒരു അന്തർധാരയുണ്ടോ, ഒരു അടിയിൽ കൂടെയുള്ള ഒരു അടിയൊഴുക്ക് കൂട്ടായ്മയുണ്ടോ എന്നുള്ളതൊക്കെയാണ് പ്രധാനം. അത് കേരള സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യട്ടെ.